വേണാട് വാഴുന്ന പൊന്നുതമ്പുരാൻ വിജയിക്കട്ടെ. സമഞ്ജിതർ പോറ്റി തിരുവടികളുടെ സന്ദേശമുണ്ട്. കൽപ്പന. വിട കൊണ്ട് തിരുവനന്തപുരം സഭയുടെ സന്ദേശമാണ്. വായിക്കാം. തമ്പുരാന് പിഴ വിധിച്ചിരിക്കുന്നു. അകമ്പടി ജനം മനുഷ്യത്തെ പരികൽപ്പിച്ചതിനും ക്ഷേത്ര സോപാനത്തിൽ ചോര വീണതിനും തമ്പുരാന് പിഴ. കരുവാക്കെട്ടായി 1000 കലിയൻ പണവും 1 സ്വർണ്ണക്കുടവും. ശ്രീപത്മനാഭസ്വാമിക്ക് മുന്നിൽ സർവസ്വവും അർപ്പിക്കണമെന്ന് പറഞ്ഞാലും നാം അത് ചെയ്യും. പക്ഷേ ഈ പിഴ വിധിക്കൽ അതുചിതമാണെന്ന് നാം വിശ്വസിക്കുന്നില്ല. ആരവിടെ? അടിയൻ. ആദിത്യവർമ്മ യുവരാജാവിനോട് നമ്മെ മുഖം കാണിക്കാൻ കൽപ്പന കൊടുക്കൂ. ഉത്തരവ്. അത് ഉചിതമല്ല എന്ന് തന്നെയാണ് കരുതേണ്ടത് അമ്മാവൻ തമ്പുരാനെ. അത് മാത്രമല്ല, തെറ്റുകൾ വേറെയും അവിടെ നടക്കുന്നുണ്ട്. എല്ലാം തന്നെ ഉടനെ തടയേണ്ട ആവശ്യവുമുണ്ട്. എന്താണ് പോംവഴി? പോറ്റുമാരോട് ദണ്ഡനമുറകൾ സാധ്യമല്ല. ബ്രാഹ്മണ ശാപമുണ്ടാകരുതല്ലോ. അതേ തമ്പുരാനെ, അതിന് ദണ്ഡനമുറകളെക്കാൾ ഫലപ്രദമായ മറ്റു ചില നടപടികളുണ്ട്. ഉണ്ണി നയചതുരനാകുന്നു. എന്താണാവോ ഉണ്ണിയുടെ മനസ്സിൽ തോന്നുന്ന ആശയം? പോറ്റുമാരുടെ ഈ അഷ്ടാംഗ സഭ വിപുലീകരിച്ച് രാജപ്രതിനിധിക്കും മതിലകത്തെ മറ്റ് പ്രധാനികൾക്കും കൂടി അംഗത്വം നൽകിയാൽ പോറ്റുമാരുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് അറുതി വന്നേക്കും. അങ്ങനെ വിചാരിക്കാൻ നമുക്കാകുന്നില്ല ഉണ്ണി. അളവറ്റ സമ്പത്താണ് ശ്രീപത്മനാഭസ്വാമിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ മുതൽപ്പിടികളായിരിക്കുന്നവർ അവരുടെ സഭയിലേക്ക് മറ്റുള്ളവരെ സ്വീകരിക്കുമെന്ന് കരുതാനാവുന്നില്ല. കാര്യവിചാരം നടത്തുമ്പോൾ സന്നിഹിതരാകാനുള്ള അവകാശം മാത്രം തൽക്കാലം നൽകിയാൽ മതിയാകും. പിന്നെ തരം പോലെ അധികാരം പുതുക്കി നിശ്ചയിക്കാമല്ലോ. ഉണ്ണി ബുദ്ധിമാനാണ്. പക്ഷേ ബുദ്ധി പോറ്റിമാർക്കുമുണ്ടെന്ന് കരുതുക. ഏതായാലും ഊരാൺമക്കാരുടെ സഭ വികസിപ്പിക്കുന്നു. അതിന് നാം തീരുമാനിച്ചു കഴിഞ്ഞു. അതിനു മുമ്പ് ശ്രീപത്മനാഭസ്വാമിയെ ദർശിക്കണം. പിഴ മൂടണം. ആര് വിധിച്ച പിഴയായാലും ശ്രീപത്മനാഭസ്വാമിയുടെ തിരുമുമ്പിൽ അതർപ്പിക്കുമ്പോൾ മനസ്സിന് കുളിർമയുണ്ടാകും, ശാന്തി കൈവരും. ശ്രീപത്മനാഭ. വേണാട് രാജൻ എഴുന്നള്ളുന്നു. വേണാട് വാഴുന്ന പൊന്നുതമ്പുരാൻ നീണാട് വാഴട്ടെ. വേണാട് രാജൻ എഴുന്നള്ളുന്നു. വേണാട് വാഴുന്ന പൊന്നുതമ്പുരാൻ നീണാട് വാഴട്ടെ. വേണാട് രാജൻ എഴുന്നള്ളുന്നു. വേണാട് വാഴുന്ന പൊന്നുതമ്പുരാൻ നീണാട് വാഴട്ടെ. പൊന്നുതമ്പുരാൻ 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 എന്റെ ശ്രീപത്മനാഭ. ഭഗവാനെ, ശ്രീപത്മനാഭ, ഭഗവാനെ,
ഭഗവാനെ, അവിടുത്തെ സേവിക്കുന്ന സഭ വിധിച്ച കരുവക്കെട്ടായ 1000 കലിയൻ പണം ഇതാ തിരുമുമ്പിൽ സമർപ്പിച്ച് പിഴ മൂളുന്നു. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണം ഭവഭയഹരം സർവലോകൈകനാഥം പത്മനാഭ. പുഷ്പാഞ്ജലി സ്വാമിയാർ ഒഴികെയുള്ള ക്ഷേത്ര സഭാംഗങ്ങൾ എല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് നാം ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിടകൊണ്ട് കൽപ്പിച്ചാലും. ഭഗവാന് നാം ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ സമർപ്പിച്ചിട്ടുള്ള സമ്പത്തും കൃഷിനിലങ്ങളും വളരെ അധികമാണ്. ഇപ്പോഴും നിത്യമെന്നോണം ഈ സമർപ്പണം ഉണ്ടായി വരുന്നു. ഇതിൻ്റെയൊക്കെ കൈകാര്യം പോറ്റിമാർക്ക് മാത്രമായി സാധിക്കാതെ വരുന്ന ഒരവസ്ഥയുണ്ടിപ്പോൾ, അല്ലേ? ഉണ്ടെന്ന് നമുക്ക് ബോധ്യമാകുന്നു. വിടകൊണ്ട് കരുവാപ്പോറ്റി പറയാൻ വരുന്നത് നമുക്ക് വ്യക്തമാണ്. അതിനൊരു പുതിയ സമ്പ്രദായം കൊണ്ടുവരണമെന്നല്ലേ? വിടകൊണ്ട് അതേ തമ്പുരാനെ. അതാണ് നാം പറഞ്ഞു വരുന്നത്. ഇനി മുതൽ ക്ഷേത്രസഭ സമ്മേളിക്കുമ്പോൾ മുംബൈയുള്ള ഊരാൺമക്കാരായ പോറ്റിമാർക്കൊപ്പം ഈ ദേശം വാഴുന്ന നാം നിർദ്ദേശിക്കുന്ന മറ്റു ചില അംഗങ്ങളെ കൂടി ക്ഷണിക്കണം. അങ്ങനെ അതൊരു അരജയോഗം കൂടിയായി തീരണം. കൽപ്പന പോലെ തമ്പുരാൻ. കാര്യക്കാരെ, ആരെയൊക്കെ കൂടി ക്ഷണിക്കണമെന്നാണ് നാം നേരത്തെ കൽപ്പിച്ചത്? വിടകൊണ്ട് മുംബൈയുള്ള 8 അംഗങ്ങൾക്ക് പുറമെ കരണക്കണക്കനായ ശ്രീകണ്ഠം പള്ളിയാടി കുറുപ്പും അദ്ദേഹത്തിൻ്റെ സഹായി പണ്ടാരക്കണക്കനും മുഖ്യമായും പങ്കെടുക്കണമെന്നാണ് അവിടുത്തെ തീരുമാനം. അതെ. പിന്നെ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ പെരിയ നമ്പിയും പഞ്ചഗവ്യത്ത് നമ്പിയും തിരുമേനി കാവൽ കുറുപ്പും പങ്കെടുക്കും. ധർമ്മശാസ്ത്രങ്ങളിൽ വിശദീകരണം വേണ്ടിവരുമ്പോൾ പഞ്ചദേശികരെയും ശാസ്ത്രിമാരെയും ക്ഷണിച്ചു വരുത്താം. പിന്നെ സവിശേഷ സാഹചര്യങ്ങളിൽ കരനാഥന്മാർക്കും 8 യോഗത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ടാകുമെന്നാണ് നാം നിരൂപിച്ചത്. മതിലകത്തെ കാര്യങ്ങൾ വിശാലമാകുന്നതനുസരിച്ച് കാര്യനിർവഹണ സഭയും വികസിക്കട്ടെ, അല്ലേ സമഞ്ജിതരെ? വിടകൊണ്ട് വികസിക്കട്ടെ തമ്പുരാനെ. 2 കാര്യങ്ങൾ കൂടിയുണ്ട് സമഞ്ജിതർ തിരുവടികളെ. ഒന്ന്, നാട് വാഴുന്ന പൊന്നു തമ്പുരാന്റെ പ്രതിപുരുഷനായി അധികാര പദാർത്ഥം എന്ന പേരിൽ ഒരാൾ ഈ അരജയോഗത്തിൽ പങ്കെടുക്കും. പിന്നെ യോഗം ചേരുന്നതിന് മുമ്പ് വാളരളുന്ന തമ്പുരാന്റെ അനുജ്ഞ വാങ്ങിയിരിക്കണം. ഭഗവാൻ എല്ലാ പ്രജകളുടേതുമല്ലേ സമഞ്ജിതരെ? തുളിനാടൻ പോറ്റിമാർക്കൊപ്പം നാട്ടിൽ ചിലർ കൂടി ഭഗവാന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സഭയിൽ അംഗമായിക്കോട്ടെ. അങ്ങനെ ആവട്ടെ തമ്പുരാനെ. എന്നാൽ പൊന്നുതമ്പുരാൻ, 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 പൊന്നുതമ്പുരാൻ. തമ്പുരാൻ തിരുമനസ് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു കരുവാപ്പൊറ്റിയുടെ ഭാവം?
തമ്പുരാനെ കണ്ടപ്പോ മൂച്ചും പോയി മുൻവാക്കും പോയി. നിർദേവത്വം മോഹിച്ച് നിദ്രാവത്വം നേടിയ കുംഭകർണനെ പോലെയായി കരുവാപ്പറ്റിയുടെ കാര്യം. അന്ന് കുംഭകർണന് പറ്റിയതുപോലെ എന്റെ നാവിലും സരസ്വതി കുറുകെ നിന്നതായിരിക്കും. സരസ്വതി ആവില്ല കരുവാപ്പറ്റിയുടെ മൊഴിമുട്ടിച്ചത്. അത് സാക്ഷാൽ ശ്രീപത്മനാഭൻ തന്നെയായിരിക്കും. ആ ഇനി ഇപ്പൊ സഹിക്കാം. മതിലകത്ത കാര്യങ്ങൾക്കുള്ള സഭായോഗത്തിൽ ഇനി പോയവനും വന്നവനും ഒക്കെ വന്ന് അഭിപ്രായം പറയും. അഭിപ്രായം പറയും, പറഞ്ഞോട്ടെ. പക്ഷേ കാര്യങ്ങൾ ഇനിയും നമ്മൾ തീരുമാനിക്കും, നമ്മൾ നടപ്പാക്കും. കരുവാപ്പോറ്റിയുടെയും മുട്ടവിളയുടെയും തീരുമാനത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഒരു സമ്മാനം നമ്മുടെ മഠത്തിലേക്ക് വന്നു. ഞാനത് തിരിച്ചയച്ചിട്ടുണ്ട്. ഓ രാമനാമഠത്തിന്റെ പണക്കിഴി. നമുക്കത് വേണ്ട. തീരുമാനങ്ങളൊക്കെ എടുത്തോളൂ. പക്ഷെ അതിന്റെ പേരിൽ 10 പണം വാങ്ങി എന്റെ മഠത്തിന് ദൈവശാപം വാങ്ങാൻ ഞാനില്ല. ശ്രീപത്മനാഭ സ്വാമിക്ക് ഇത്രയും പണത്തിന്റെയും നെല്ലിന്റെ ആവശ്യമില്ല കുമക്കനെ. ഒരുപാടുള്ളതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തു. അതിൽ ഭവന നീരസം ഉണ്ടാവില്ല. നിങ്ങൾ എടുത്തോളൂ, എനിക്ക് വേണ്ട. മുട്ടവിളെ, കൂടുതൽ സംസാരിച്ച് കാര്യങ്ങൾ വഷളാക്കണ്ട. വരിക. അതെ, എനിക്ക് കൂബക്കരയുടെ രീതികൾ അങ്ങോട്ട് പിടിക്കണില്ല. അയാൾ മാത്രം നല്ല പിള്ളയാവാൻ ശ്രമിക്കുക. എന്റെ മുട്ടവിളെ, ഞാൻ പറയുന്നത് കേൾക്ക്. കൂബക്കരയെ പിണക്കിയാൽ നമുക്ക് നഷ്ടമേ ഉള്ളൂ. തന്ത്രപരമായി കാര്യങ്ങൾ നീക്കണം. ഇവിടെ ഈശ്വരനെ പേടിക്കണില്ല, പിന്നെയാണ് കൂവക്കര. മുട്ടവിളെ പാമ്പ് കുത്തി. വിഷകാരിയുടെ അടുത്ത് കൊണ്ടുവാ. കല്ല് വെച്ച് നോക്കിയല്ലോ, വിഷം കേറിയ ലക്ഷണമില്ല. ഭയപ്പെടാനില്ലെന്നേ. ഒട്ടും തന്നെ വിഷം ഏറ്റിട്ടില്ല തിരുവടികളെ. നോക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആശ്വാസമായി. ഞാൻ ശരിക്കും അങ്ങ് പേടിച്ചു. മുട്ടവിള വടത്തിൽ അനർത്ഥം സംഭവിക്കുമോ എന്ന് തന്നെ ശങ്കിച്ചു. അപ്പോ കൊല്ലാനോ വിഷമിപ്പിക്കാനോ ഉള്ള കടിയല്ല, എന്തോ ഓർമ്മിപ്പിക്കാനുള്ള സൂചന പോലെ തോന്നുന്നു. എല്ലാം ശ്രീപത്മനാഭന്റെ ഓർമ്മപ്പത്തിലായിരിക്കും. അല്ലേ കരുവാപ്പറ്റി? അങ്ങനെ ആവോ? ആവാം. എന്തായാലും പാമ്പ് കടിച്ചല്ലേ, ഞാനൊരു മരുന്ന് തരാം. കുറച്ച് വിശ്രമിക്കുക. കരുവാപ്പറ്റി, എന്താണാവോ? എനിക്കെന്തോ ആരുമില്ലാത്ത ഒരു ഭയം മനസ്സിൽ. എന്താണെന്ന് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ശ്രീപത്മനാഭ, അതെന്താ ഗുരു, മുട്ടവിള പോറ്റിയെ പാമ്പ് കടിച്ചിട്ടും വിഷം ഏൽക്കാത്തത്? അത് ഭഗവാന്റെ ഒരു താക്കീതായി കണക്കാക്കിയാൽ മതി. ലോകരക്ഷകനായ ഭഗവാന് ആരെയും നശിപ്പിക്കാനുള്ള മനസ്സുണ്ടാവില്ല. അതുകൊണ്ടുമാവാം മുട്ടവിളക്കേറ്റ സർപ്പദംശനം വിഷരഹിതമായത്. പോറ്റിമാരെ ഭൂമിയിലെ ദേവന്മാരായിട്ടല്ലേ നമ്മളൊക്കെ ബഹുമാനിക്കുന്നത് ഗുരു? അതെ, അത് ശരിയാണ്. ദൈവകാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന അവർ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യർ. അതാണ് അവരെ ഭൂദേവന്മാരായി കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോ അങ്ങനത്തെ ഭൂദേവന്മാരായിരിക്കുന്ന പോറ്റിക്ക് ദൈവശിക്ഷ ലഭിച്ചു എന്ന് പറയുന്നത് ഉചിതമാണോ? അവിടെയാണ് ഭഗവാന്റെ നീതിബോധം നാം ഉൾക്കൊള്ളേണ്ടത്. ഇവിടെ മുട്ടവിളപ്പോറ്റി തെറ്റ് ചെയ്തു. അതിന് ഭഗവാൻ താക്കീത് നൽകി. ഭഗവാന് ജീവജാലങ്ങളെല്ലാം തുല്യരാണ്. അവിടെ ബ്രാഹ്മണനെന്നോ വേടനെന്നോ വ്യത്യാസമില്ല. നിഷ്കളങ്കമായ ഭക്തി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഭഗവാൻ അതിലലിയും. കവശന്റെ കഥ അതാണ് പറയുന്നത്. കവശൻ അതാരാണ് ഗുരു? ജന്മം കൊണ്ട്
ഒരു വനവേടനാണ് കവശൻ. നിഷ്കളങ്ക ഭക്തിയിലൂടെ ദൈവ സാക്ഷാത്കാരം നേടാമെന്ന് അവൻ തെളിയിച്ചു. പുരുഷ ഏവേദം സർവം യത്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വശേഷാനോ യദന്യേന സഹസ്രാക്ഷ സഹസ്രമാ സഭൂമിം വിശ്വരോ വൃത്വാ ദശാംഗുലം പുരുഷ ഏവേദം സർവം യത്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വശേഷാനോ യദന്യേനാവിരോഹതി ഏതാവാസ്യ മഹിമാ തോ ജായം ച പുരുഷ പദോസ്യ വിശ്വഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ഈശ്വരൻ ക്ഷമാമൂർത്തിയാണ്. എന്നാൽ ആ ക്ഷമയ്ക്കും അതിരുണ്ട്. മനുഷ്യൻ ആ അതിര് കടക്കുമ്പോൾ ഈശ്വരന്റെ താക്കീതുകൾ ഉണ്ടാകുന്നു.